Hello friends, welcome to my YouTube channel MRP Technicals. Friends, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നോക്കാനിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബോൾ പെന്നിനെ എങ്ങനെ LED ട്യൂബ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന്. പിന്നെ എന്തിനു ഫ്രണ്ട്സ് വെയിറ്റ് ആക്കുന്നത്, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, ഒരു ബോൾ പെന്നിനെ ഒരു LEDs ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബോൾ പെന്നാണ്. പിന്നെ SMD LEDs ആണ്. ഇത് പറഞ്ഞാൽ ഈ രണ്ട് ഇതിൻ്റെ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇത് SMD LED ആണ്. പിന്നെ ഒരു 145 ജൂൾ 400 വോൾട്ടിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. പിന്നെ 47 മൈക്രോ ഫാരഡ് 63 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. പിന്നെ 474 നമ്പറുള്ള രണ്ട് SMD റെസിസ്റ്റർ വേണം. ഇത് ഞാൻ ഡയഗ്രാമിൽ ജോഡിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ 417 നമ്പറുള്ള രണ്ട് റെസിസ്റ്ററാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജോഡിച്ചിട്ടുണ്ട്. പിന്നെ MB10F പറയുന്ന ഒരു റെക്ടിഫയറാണ്. ഇത് LEDസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റെക്ടിഫയറാണ്. ഇതിൻ്റെ കലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വയർ ജോഡിച്ചിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പിന്നെ ഈ സൈഡ് രണ്ട് AC ആണ്. പിന്നെ ഒരു ഓൾഡ് ചാർജറുടെ ഒരു കേസാണ്. ഇപ്പോൾ ഇതിനെ എങ്ങനെ ജോഡിക്കുന്നതെന്ന് നോക്കാം. പിന്നെ കണക്ഷന് വേണ്ടിയിട്ട് ഒരു കോപ്പർ വയറാണ്. ഇപ്പോൾ ഇതിനെ എങ്ങനെ ജോഡിക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിനെ എങ്ങനെ ജോഡിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ SMD LEDസിൻ്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കണക്ട് ചെയ്യാം. പറഞ്ഞാൽ ഈ LEDസിൻ്റെ പോസിറ്റീവ് ഈ LEDൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഇതുപോലെ 12 LEDs വേണം. SMD LED ആണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണാറുണ്ട് ഇത് ഇപ്പോൾ ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഇത് ചെറിയ ഇതിലുള്ളത് നെഗറ്റീവ്, പോസിറ്റീവ്. ഇതുപോലത്തെ 12 LEDs വേണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മൾക്കിപ്പോൾ ഈ LEDസിനെ കണക്ട് ചെയ്തിട്ടായി. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പറഞ്ഞ പോലെ 12 LEDസിനെ കണക്ട് ചെയ്തിട്ടായി. നമുക്ക് ഫ്രണ്ട്സ് കണക്ട് ചെയ്തു. വളരെ കഷ്ടമാണ് ഫ്രണ്ട്സ് ഇതിങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇതിന് 470 പറയുന്ന നമ്പറുള്ള SMD റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അത് രണ്ട് റെസിസ്റ്ററാണ്. ഇത് 20% അത് ഞാൻ രണ്ടും ഒക്കെ വെച്ചിട്ട് ജോഡിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കാൻ സമയം കൂടുന്നത് കൊണ്ട് അതുകൊണ്ട് ഇത് ഇത്രയാണ് കാണിക്കുന്നതാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെർമിനലിന് ഈ LEDസിൻ്റെ പോസിറ്റീവ് സൈഡിന് കണക്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ ഇതിൻ്റെ ടെർമിനലിൻ്റെ ഇത് പോസിറ്റീവ്, അതിന് ഈ റെസിസ്റ്ററുടെ ഒരു ടെർമിനൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടായി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റെക്ടിഫയറിൻ്റെ MB10F എന്ന് പറയുന്ന ഒരു റെക്ടിഫയറാണ്. ഇത് LEDസിന് മാത്രമേ യൂസ് ആക്കുന്നതാണ്. ഇതിന് ഇതിൽ മാർക്ക് ഉണ്ടാവും പോസിറ്റീവ് നെഗറ്റീവ്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ ഇത് AC കറൻറ്റിനെ DC ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് പിന്നെ നെഗറ്റീവ് സൈഡിന് ഇതിനെ ജോഡിക്കുക. പോസിറ്റീവിന് ഈ കപ്പാസിറ്ററുടെ പോസിറ്റീവ്, നെഗറ്റീവ് സൈഡിന് കപ്പാസിറ്റർ നെഗറ്റീവാണ്. ഈ 63 വോൾട്ട് 47 മൈക്രോ ഫാരഡയുടെ ഒരു കപ്പാസിറ്ററാണ്. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുക.
ഇപ്പോഴത്തെ പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ ഇത് കണക്ട് ചെയ്തിട്ടായി. ഇപ്പോൾ ഈ സൈഡിന് ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ, ഈ സൈഡിന് SMD റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടായി. ഇപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൻ്റെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഈ നേരത്തെ പറഞ്ഞ LEDs കണക്ട് ചെയ്യുക. പറഞ്ഞാൽ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്ത പാർട്ടിന് ഈ കപ്പാസിറ്ററുടെ പോസിറ്റീവ് സൈഡിനും ഈ LEDsൻ്റെ ഈ സൈഡ് നെഗറ്റീവ് സൈഡിന് ഈ കപ്പാസിറ്ററുടെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ടായി. ഇപ്പോൾ LEDsൻ്റെ നെഗറ്റീവ് സൈഡിന് ഈ വയർ കൊണ്ട് ഞാൻ ഈ കപ്പാസിറ്ററുടെ നെഗറ്റീവ് സൈഡിന് ജോഡിച്ചു. നെഗറ്റീവാണ് ഈ സൈഡ്, അപ്പോൾ അതിന് ജോഡിച്ചു. പിന്നെ ഈ LEDsൻ്റെ പോസിറ്റീവ് സൈഡിന് 470 പറയുന്ന ഒരു SMD റെസിസ്റ്റർ 2 റെസിസ്റ്റർ കൊണ്ട് ഈ കപ്പാസിറ്ററുടെ പോസിറ്റീവിന് കണക്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ പോസിറ്റീവിന് ഈ റെക്ടിഫയറുടെ പോസിറ്റീവിന് കണക്ട് ചെയ്തു. പിന്നെ ഈ കപ്പാസിറ്ററുടെ നെഗറ്റീവ് ഈ റെക്ടിഫയറുടെ നെഗറ്റീവിന് കണക്ട് ചെയ്തു. പിന്നെ ഈ റെക്ടിഫയറുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു AC കറൻറ്റ്, പിന്നെ ഒരു ഇപ്പുറത്തെ സൈഡിന് പോളിസ്റ്റർ 145 ജൂളിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഇതിനെ ഈ ബോൾ പെന്നിടെ ഇതിൽ പ്ലേസ് ചെയ്യുക. പറഞ്ഞാൽ ഈ LEDsനെ ഇവിടെ പ്ലേസ് ചെയ്താൽ ഇത് LED ട്യൂബ് ലൈറ്റ് ആയിട്ട് മാറും. ഇതിനെ റിമൂവ് ചെയ്യുക. റിഫിലെടുക്കുക. നോക്കൂ ഗ്രേസ്, ഞങ്ങളുടെ ഇപ്പോൾ LED ട്യൂബ് ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബോൾ പെന്നിനെ ഒരു LED ട്യൂബ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത്രയും കോയിൽ സെറ്റിന് ഈ ഓൾഡ് ചാർജർ കവർ കേസിൽ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഈ ഇതിൻ്റെ ന്യൂട്രൽ ലൈനും ഇതിന് ന്യൂട്രൽ ലൈനിന് കണക്ട് ചെയ്യുക. പിന്നെ ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് ഇവിടുന്ന് കവർ ചെയ്യുക. ഇവിടെ ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഫിക്സ് ചെയ്യുക. ഇതിന് സോൾഡറിങ് ചെയ്തിട്ടില്ല, സോൾഡറിങ് ചെയ്യണത്. ഇതുപോലെ റെഡിയാവും ഫ്രണ്ട്സ്. ഇതിനെല്ലാം കണക്റ്റ് എല്ലാം ചെയ്തിട്ടായി. പിന്നെ ഇതിന് ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഇത് ചെയ്യുക, ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രൽ വയറിന് 454 എന്ന റെസിസ്റ്റർ കൊടുക്കാനായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയില്ല. അത് കൊടുത്താൽ വോൾട്ടേജ് 30 വോൾട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തു. ഇപ്പോൾ അവിടെ ഡയറക്റ്റ് ചെയ്തു. ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പോളിസ്റ്റർ കപ്പാസിറ്ററുടെ 2 ടെർമിനൽ കൊടുക്കാം. അതിന് വേണ്ടി പറഞ്ഞാൽ വേഗം ചാർജ് ചെയ്തായിട്ട് കപ്പാസിറ്റർ പോകുന്നത് കൊണ്ട് അതിനെ അവിടെ കണക്ട് ചെയ്യും. ഫ്രണ്ട്സ്, ഞങ്ങൾ ബോൾ പെൻ LED ട്യൂബ് ലൈറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇതിനെ രജിസ്റ്റർ ആക്കുന്ന ടൈം ഫ്രണ്ട്സ്. നോക്ക് ഫ്രണ്ട്സ്, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മാത്രം മറക്കരുത് ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.